രാഷ്ട്രീയത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നിലവിലെ നയങ്ങൾ മേഖലയെ ഒരു മഹാദുരന്തത്തിലേക്ക് നയിക്കുകയാണെന്നും അത് അമേരിക്കൻ കുടുംബങ്ങൾക്ക് പോലും ഒരു ജീവിക്കുന്ന നരകം സമ്മാനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെയോ അല്ലെങ്കിൽ നയതന്ത്ര തകർച്ചയുടെയോ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നൽകിയ അന്ത്യശാസനത്തിന് മറുപടിയായാണ് ഗാലിബാഫിന്റെ ഈ കടുത്ത പ്രതികരണം. വാഷിംഗ്ടൺ സ്വീകരിക്കുന്ന ഓരോ നിലപാടും മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് അമേരിക്കൻ വിദേശ നയം രൂപപ്പെടുന്നതെന്ന ഗുരുതരമായ ആരോപണവും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന നിലപാട് തുടർന്നാൽ ഗൾഫ് മേഖല കത്തിയെരിയുമെന്ന ഭീഷണിയുടെ പ്രകോപനപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ ഗൾഫ് മേഖലയിലെ സമാധാനത്തെ തകർക്കുകയാണെന്ന് ഗാലിബാഫ് വാദിക്കുന്നു. ഓരോ അമേരിക്കൻ പൗരനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കൻ ഭരണകൂടത്തിന് നൽകുന്ന നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഇറാന്റെ അവകാശങ്ങൾ മാനിക്കപ്പെടാതെയും ഉപരോധങ്ങൾ നീക്കാതെയും മേഖലയിൽ സമാധാനം സാധ്യമല്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ഈ നിലപാട് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എങ്കിലും ഈ പ്രസ്താവനയിൽ പൂർണ്ണമായും യുദ്ധഭീഷണി മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഒരു നയതന്ത്രപരമായ തലം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ആഹ്വാനവും ഗാലിബാഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാന്റെ അവകാശങ്ങളെ മാനിക്കുകയും മുഖാമുഖം നിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയും ചെയ്യുക എന്നതാണ് ഏക പരിഹാരമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറാകുകയാണെങ്കിൽ സമാധാനത്തിന് ഇപ്പോഴും പഴുതുകളുണ്ടെന്ന സന്ദേശം കൂടി ഇതിലൂടെ ഇറാൻ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ഒരു ചതുരംഗക്കളി പോലെ സങ്കീർണമാണ്. ഒരു വശത്ത് ഇറാന്റെ സൈനിക കരുത്തും മറുവശത്ത് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ആധുനിക യുദ്ധതന്ത്രങ്ങളും മാറ്റുരയ്ക്കുന്നു. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്ക് പോലുള്ള നിർണായക പാതകൾ അടയ്ക്കപ്പെടുമെന്ന ഭീഷണി ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്തുന്നു. എണ്ണവില കുതിച്ചുയരാനും ആഗോള വിപണിയിൽ അസ്ഥിരതയുണ്ടാകാനും ഇത്തരം സംഘർഷങ്ങൾ കാരണമാകും. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുന്ന പരോക്ഷവും നേരിട്ടുള്ളതുമായ പിന്തുണയാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. നെതന്യാഹുവിന്റെ നയങ്ങൾക്കൊപ്പം വാഷിംഗ്ടൺ നിൽക്കുന്നത് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കത്തിയെരിയുമെന്ന ഗാലിബാഫ് പറയുമ്പോൾ അത് ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു പരോക്ഷ മുന്നറിയിപ്പ് കൂടിയാണ്. ഇസ്രായേലിനെയോ അമേരിക്കയോ പിന്തുണയ്ക്കുന്ന പക്ഷം യുദ്ധത്തിന്റെ കെടുതികൾ എല്ലാവരെയും ബാധിക്കുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഈ ഘട്ടത്തിൽ നയതന്ത്ര ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഖാലിബാഫിന്റെ പ്രസ്താവന ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താനും പ്രതിരോധത്തിനായി അവരെ സജ്ജമാക്കാനും ഇത്തരം വാക്കുകൾ സഹായിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ വിപത്തിന്റെ വക്കിലാണ്. ഖാലിബാഫ് വിശേഷിപ്പിച്ചതുപോലെ ജീവിക്കുന്ന നരകം ഒഴിവാക്കണമെങ്കിൽ എല്ലാ കക്ഷികളും സംയമനം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ പരസ്പരമുള്ള അവിശ്വാസവും അധികാര വടംവലിയും സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയാണ്. ആഗോള ശക്തികൾ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ വാക്പോരുകൾ വൈകാതെ തന്നെ വലിയൊരു യുദ്ധത്തിന്റെ തീജ്വാലകളായി മാറാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തെ സമാധാന ചർച്ചകളെ കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ആയുധങ്ങൾക്കും ഭീഷണികൾക്കും അപ്പുറം മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെറുമൊരു വാക്കിൽ ഒതുങ്ങില്ലെന്നും ഇതിന്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ മേഖലയിലുടനീളം കാണാമെന്നതും നിശ്ചയമാണ്. ഖാലിബാഫിന്റെ ഈ വിശകലനം അവസാനിക്കുന്നത് ഒരു വലിയ ചോദ്യചിഹ്നത്തിലാണ്.
യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് ഗൾഫ് മേഖലയെ രക്ഷിക്കാൻ അമേരിക്ക തയ്യാറാകുമോ? അതോ ഇസ്രയേൽ നയങ്ങൾക്കൊപ്പം നിന്ന് മേഖലയെ ഒരു വലിയ അഗ്നിപരീക്ഷയിലേക്ക് തള്ളിവിടുമോ? സമാധാനത്തിനുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും സാഹചര്യങ്ങൾ ഒട്ടും ആശാവഹമല്ലെന്നതാണ് വസ്തുത.